ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സെക്യൂരിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബാങ്കിൽ നമ്മളിപ്പോൾ ലോൺ എടുക്കാൻ ചെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ കൊളാട്രലായിട്ട് വയ്ക്കുന്നത് എന്താണോ സെക്യൂരിറ്റി. ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാൻഡാണ് വയ്ക്കുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നമുക്കുണ്ട്, അപ്പോൾ അത് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ബിൽഡിംഗ് ആയിരിക്കും സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കേണ്ടത് ലീൻ എന്ന് പറഞ്ഞാണ്. LIEN, ലീൻ. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the right of creditor to retain the goods and securities owned by the debtor until the debt due from him is completely paid off. അതാണ് ലീൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലോൺ കൊടുക്കുന്ന വ്യക്തിക്ക് ലോൺ ആർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തിയുടെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റിനെയാണ്, അല്ലെ അവകാശത്തിനെയാണ് നമ്മൾ പറയുന്നത് ലീൻ എന്ന് പറയുക. എന്താണത്? റൈറ്റ് ഓഫ് ക്രെഡിറ്റർ to retain the goods and securities owned by the debtor until the debt due from him is completely paid off. അതായത് ക്രെഡിറ്ററിന്റെ റൈറ്റ് ആണ് ഗുഡ്സും സെക്യൂരിറ്റീസും ആരുടെ? ഡെറ്ററിന്റെ ഗുഡ്സും സെക്യൂരിറ്റീസും ഡെറ്റർ പൈസ കൊടുത്ത് തീർക്കുന്നത് വരെ ഓൺ ചെയ്യാനുള്ള ക്രെഡിറ്ററുടെ റൈറ്റ് ആണ് ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെ നമുക്ക് രണ്ടെണ്ണമായിട്ട് തിരിക്കാം. അതായത് ജനറൽ ലീനും വി എന്ന് പറയുന്ന പർട്ടിക്കുലർ ലീനും. അപ്പോൾ ജനറൽ ലീനിന്റെ എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാങ്കാണ്. ഓക്കെ, അതായത് ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിക്കാം, എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എ ജനറൽ ലീൻ ഈസ് എ ലീഗൽ റൈറ്റ് ദാറ്റ് അലൗസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ടു കീപ് possession of a debtor's property until all debts owned by the debtor are cleared. അതായത് ആ ബാങ്കിന് ഇപ്പോൾ അയാളൊരു ലോൺ വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, അപ്പോൾ ആ ലാൻഡാണ് വെച്ചതെന്നിരിക്കട്ടെ, ആ ലാൻഡ് ഈ പൈസ തീരുന്നത് വരെ ഹോൾഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഓക്കെ, ഇനി ഈ പർട്ടിക്കുലർ ലീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു മെക്കാനിക്ക് നിങ്ങളിപ്പോൾ ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു, നിങ്ങളെ ബില്ല് പേ ചെയ്യുന്നത് വരെ ആ വണ്ടി ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ട് കിട്ടുന്നത് പർട്ടിക്കുലർ ലീനാണ്. അതായത് പർട്ടിക്കുലർ ലീൻ ഇസ് എ ലീഗൽ റൈറ്റ് that allows a person or entity to retain possession of a specific goods or property until payment is made for service or work done on particular item. It applies only to the specific property involved in the transaction, not to other property of the debtor. Okay, അത് ആ കാറ് അല്ലെങ്കിൽ ഇപ്പോൾ ബൈക്കാണ് നിങ്ങൾ സർവീസ് ചെയ്യുക, ബൈക്ക് മാത്രം ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റേ അവർക്ക് കിട്ടുന്നുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ സ്വത്തും കാര്യങ്ങളൊന്നും ഉള്ള റൈറ്റ് അവർക്ക് കിട്ടുന്നില്ല. അത് ഈ പർട്ടിക്കുലർ ആവശ്യത്തിനുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടത് പ്ലെഡ്ജ് അല്ലെങ്കിൽ പോൺ. അതായത് ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി, അതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജുവലറി കൊണ്ടൊന്ന് പണയം വെക്കില്ലേ, അതിനെന്ത് ചെയ്യും? പ്ലെഡ്ജ് എന്ന് പറയും. അതായത് സ്വർണ്ണ പണയം വെക്കുന്നതിന് പ്ലെഡ്ജ് എന്ന് പറയും.
ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? പ്ലെഡ്ജിങ് ഗോൾഡ് ജ്വല്ലറി ടു സെക്യൂർ ലോൺ. അതാണ് പ്ലെഡ്ജിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആരാണോ ഇത് പണയം വെക്കുന്നത്, അതായത് പേഴ്സൺ ഡെലിവറിങ് ഗുഡ്സ് എന്ന് പറയുന്നത് ബെയിലർ അല്ലെങ്കിൽ പ്ലെഡ്ജർ എന്ന് പറയും. ഇനി ആർക്കാണോ വെക്കുന്നത് അല്ലെങ്കിൽ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ബെയിലി അല്ലെങ്കിൽ പ്ലെഡ്ജി. ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചു, അപ്പം ബാങ്ക് ആയിരിക്കും എന്ത്? ബെയിലി അല്ലെങ്കിൽ പ്ലെഡ്ജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ എനിക്ക് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ഇനി മൂന്നാമത്തത് മോർട്ട്ഗേജ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് മെത്തേഡിനെയാണ് മോർട്ട്ഗേജ് എന്ന് പറയുക. അതായത് മോർട്ട്ഗേജ് ഓഫ് ലാൻഡ് കേട്ടിട്ടില്ലേ നമ്മൾ? വസ്തുപ്പണയമൊക്കെ, അതായത് എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത, മൂവ് ചെയ്യാൻ പറ്റാത്ത സ്വത്തിനെ പണയം വയ്ക്കുന്നതിനെയാണ് മോർട്ട്ഗേജ് എന്ന് പറയുക. മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിന് ആക്ച്വൽ പൊസഷൻ എന്ന് പറയുന്ന ഒരു പണയം വെക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അതായത് മോർഗേജിൽ ഇപ്പം നിങ്ങൾ വസ്തു കൊണ്ട് പണയം വെച്ചാലും ആ വസ്തു ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. അതായത് ആക്ച്വൽ പൊസഷൻ വിത്ത് മോർഗേജർ. ഓക്കെ, അതേ ഉള്ളല്ലോ. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഹൈപ്പോത്തിക്കേഷൻ. ചാർജ് അഗെയിൻസ്റ്റ് മൂവബിൾ പ്രോപ്പർട്ടി. അതായത് കാറ്, ബൈക്ക്, ബസ്സുകൾ, ഓട്ടോകൾ ഇതൊക്കെ ചെയ്യൂലേ, ഇതിനെയാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുക. ചാർജ് അഗെയിൻസ്റ്റ് മൂവബിൾ പ്രോപ്പർട്ടി. ഇതിന്റെ വേറൊരു പേര് പഠിച്ചിരിക്കുന്നത് എന്താണ്? ഓപ്പൺ ലോൺ ഫെസിലിറ്റി എന്നും അറിയപ്പെടുന്നത്. ഇതെന്താണ്? ഓപ്പൺ ലോൺ ഫെസിലിറ്റി. അപ്പൊ ഇതില് ഓണർഷിപ്പും പൊസഷൻ ഓഫ് സെക്യൂരിറ്റിയും ബോറോവറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഓണർഷിപ്പും പൊസഷനും ബോറോയുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഹൈപ്പോത്തിക്കേഷൻ. ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കേണ്ടത് അസൈൻമെന്റ് എന്നുള്ളതാണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാവുന്ന റൈറ്റ് അല്ലെങ്കിൽ ഒരു ഡെറ്റിനെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുക. അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ റൈറ്റ്
ഓഫ് പ്രോപ്പർട്ടി or debt by one person to another. Person, okay. ഇതിൽ അസൈനർ എന്ന് പറയുന്നത് ആരാണോ ആ പ്രോപ്പർട്ടി അങ്ങനെ അസൈൻ ചെയ്യുന്നുള്ളതാണ്. പേഴ്സൺ ഹു അസൈൻ ദ പ്രോപ്പർട്ടി ഈസ് നോൺ as അസൈനർ. അസൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് ട്രാൻസ്ഫർ, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് അസൈനി. ഇനി ഒരു വേറൊരു വാക്കുകളുണ്ട്, ഒബ്ലിഗേറ്റ് എന്ന് പറയുന്നത്. പേഴ്സൺ ഒബ്ലിഗേറ്റഡ് ടു ഫുൾഫിൽ ദ കോൺട്രാക്ട്. അതായത് ഈ അസൈൻമെന്റിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാള് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു, എന്നിട്ട് ആ ഇൻഷുറൻസ് എടുത്തിട്ട് അയാൾ ലോൺ എടുത്തിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് എന്ത് ബെനിഫിറ്റ്സ് കൊടുക്കാൻ വേണ്ടി അസൈൻ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ, അതായത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോൺ ആരാണോ കൊടുത്ത ആ വ്യക്തിക്ക് അതിനുള്ള പൈസ കിട്ടും എന്നുള്ള രീതിയിൽ അസൈൻ ചെയ്യും. അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി ടേംസ്. ഓക്കെ.